എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വന്യസന്തപ്ത ലോകസ്താംബു ബിന്ദുന സന്നിപം മർത്തജന്മം ക്ഷണഭങ്കുരം. വന്നി എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്ന പദമേത്? തീയാണ് ഉത്തരമായി വരുന്നത്. ഇത് വൈഷമ്യക്കാരനാണ്. ഈ സന്ദർഭത്തിൽ വൈഷമ്യക്കാരൻ എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? മോതിരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം തുളസി തറ, തുളസിത്തറ. നാലാമത്തെ ചോദ്യം നോക്കാം. പ്രാണനോട് മരുനാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ, കേണുവാണിവിടെ ഏകുമർത്തിയാവും പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ. ഈ വരികളിൽ തെളിയുന്ന നളിനിയുടെ ആഗ്രഹം എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം നമുക്ക് നോക്കാം. മരിക്കുന്നതിന് മുമ്പ് ദിവാകരനെ ഒരിക്കലെങ്കിലും കാണണമെന്നാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അദ്ദേഹം അടുപ്പുതിണ്ണയുടെ അടുക്കലേക്ക് പോയി. അടുപ്പുതിണ്ണ എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ഏത് എന്നാണ് ചോദ്യം. അടുപ്പിൻ്റെ തിണ്ണ, അടുപ്പുതിണ്ണ. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയിലെ വരികളാണിവ. ഈ വരികളിൽ തെളിയുന്ന എഴുത്തച്ഛൻ്റെ ജീവിത വീക്ഷണങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. 2 എണ്ണം കുറിക്കാനാണ് ചോദ്യം. ഐശ്വര്യം സ്ഥിരമായി നിലനിൽക്കില്ല, കൂടാതെ യൗവനം കുറഞ്ഞ കാലം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കാനുള്ള ചോദ്യം എല്ലാ പരീക്ഷയിലും കാണാവുന്നതാണ്. ഇവിടെ വന്നിട്ടുള്ള ചോദ്യം: അങ്ങേക്കും ഇവനും ചായ നന്നേ യോജിച്ചു കണ്ടതിനാൽ എനിക്ക് വിസ്മയം തോന്നിയതാണ്. ഇത് 2 ഭാഗമായി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അങ്ങേക്കും ഇവനും ഒരേ ചായയാണ്, അതുകൊണ്ടാണ് എനിക്ക് വിസ്മയം തോന്നിയത്. ഇങ്ങനെ 2 വാക്യമാക്കി എഴുതാവുന്നതാണ്. ഏവമോദിയിടരാർന്നു കണ്ണുനീർ തൂവിനാൽ മൊഴി കുഴങ്ങി നിന്നവൾ. പ്രിയദർശനം എന്ന കവിതയിലെ വരികളാണിവ. കാവ്യസന്ദർഭത്തിൽ തെളിയുന്ന നളിനിയുടെ മാനസികാവസ്ഥ 2 സൂചനകളായി എഴുതാനാണ് ചോദ്യം. അപ്രതീക്ഷിതമായി ദിവാകരനെ കണ്ടുമുട്ടിയ നളിനിയുടെ വികാരപരവശ്യം, കൂടാതെ സുഖദുഃഖ സമ്മിശ്രമായ ഭാവം എന്നിവയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അരപ്പുറത്തിൽ കവിയാതെ എഴുതുക. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മണ സാന്ത്വനത്തിലെ വരികളാണിവ. മനുഷ്യജീവിതത്തിൻ്റെ അസ്ഥിരത അവതരിപ്പിക്കാൻ കവി സ്വീകരിച്ച സാദൃശ്യ കൽപ്പനകളുടെ ഭംഗി വ്യക്തമാക്കാനാണ്. കുറച്ച് പോയിന്റുകൾ ഇവിടെ നൽകാം. മനുഷ്യജീവിതത്തിൻ്റെ അസ്ഥിരത അവതരിപ്പിക്കുന്നു. സത്രങ്ങളിൽ ഒരുമിച്ച് കൂടി പിരിയുന്നത് തുല്യമായി ഭൂമിയിലെ ജീവിതത്തെ സാദൃശ്യപ്പെടുത്തുന്നു. നദിയിലൂടെ ഒഴുകുന്ന മരത്തടി ചെറിയ തടസ്സങ്ങൾ തട്ടി നിൽക്കുകയും വീണ്ടും ഒഴുകുകയും ചെയ്യും. കൂടാതെ കുടുംബത്തോടൊപ്പമുള്ള മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരത സൂചിപ്പിക്കാൻ പര്യാപ്തമായ ഉദാഹരണങ്ങൾ കവിതയിൽ ഉപയോഗിക്കുന്നു. 10ാമത്തെ ചോദ്യം നോക്കാം. വായ പൊളിക്കൂ സിംഹക്കുട്ടി, ഞാൻ നിൻ്റെ പല്ല് എണ്ണട്ടെ. അബ്ബാ, വലിയ പേടി തന്നെ. ഋതുയോഗത്തിലെ വരികളാണിവ. സന്ദർഭത്തിൽ തെളിയുന്ന സർവ്വധമനൻ്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കാനാണ് ചോദ്യം. ഇതിൽ സർവ്വധമനെ പറ്റിയാണ് നമ്മൾ ഉത്തരമായി എഴുതേണ്ടത്. കുറച്ച് പോയിന്റുകൾ നോക്കാം. സർവ്വധമനിൽ ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയും കുസൃതിയും പ്രകടമാകുന്നു. കൂടാതെ ഒന്നിനെയും പേടിയില്ലാത്ത പ്രകൃതം, പേരിനനുസൃതമായ എല്ലാത്തിനെയും നിയന്ത്രിക്കാനും അടക്കാനും കഴിയുന്നു. അസാധാരണമായ ധൈര്യവും ചടുലതയും. ക്രോധം പരിത്യജിക്കേണം ബുദ്ധജനം. ഈ ഉപദേശത്തിൻ്റെ സമകാലിക പ്രസക്തി എന്ത്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ഇതിനായുള്ള കുറച്ച് പോയിന്റുകൾ ഇവിടെ നൽകാം. കാലിക പ്രസക്തമായ ഉപദേശം. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ക്രോധമാണ്. ക്രോധം മനുഷ്യനെ സർവനാശത്തിലേക്ക് നയിക്കും. കൂടാതെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, കലാപങ്ങൾ എന്നിവയെല്ലാം ക്രോധത്തിൻ്റെ ബാക്കി പത്രമാണ്. വിവേകികൾ ഒരിക്കലും ക്രോധത്തിന് അടിമപ്പെടരുത്. 12ാമത്തെ ചോദ്യം. കണ്ടുടൻ സ്വയമറിഞ്ഞിടാതോർത്തിണ്ടൽ വേണ്ട സഖി, കേണിടേണ്ട കേൾ, പണ്ടു നിന്നെ ഒരിളം കുരുന്നായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. പ്രിയദർശനത്തിലെ വരികൾ. ഇളംകുരുന്ന്, വല്ലി തുടങ്ങിയ പ്രയോഗങ്ങൾ കാവ്യസന്ദർഭത്തെ ആസ്വാദകരമാക്കുന്നത് എങ്ങനെ? കുറിക്കുക എന്നതാണ് ചോദ്യം.
ഇളംകുരുന്ന് എന്ന പ്രയോഗം ബാല്യാവസ്ഥയെയും വള്ളിച്ചെടി എന്ന പ്രയോഗം യൗവനാവസ്ഥയെയും സൂചിപ്പിക്കുന്നു. നളിനിയെ പെട്ടെന്ന് തിരിച്ചറിയാത്തതിലുള്ള കാരണങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ദിവാകരൻ ഈ വരികളിലൂടെ. കൂടാതെ ബാല്യകൗമാരങ്ങൾ പിന്നിട്ട് നളിനിക്ക് സംഭവിച്ച മാറ്റത്തെ അവതരിപ്പിക്കാൻ പര്യാപ്തമായ സാദൃശ്യകൽപ്പനയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സന്യാസ ജീവിതം നയിക്കുന്നതിനേക്കാൾ പഴയകാല സംഭവങ്ങൾ ഓർക്കുന്നില്ല എന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു. എൻ്റെ അച്ഛനമ്മമാരെ ദൈവത്തെപ്പോലെ വിചാരിച്ചിട്ടില്ല. അവസാന കാലത്ത് തുടരെ അമ്മ എഴുതിയിട്ടും നാട്ടിലേക്ക് വന്ന് താമസിക്കാനുള്ള മടി കൊണ്ട് പോകാതിരിക്കുകയാണ് ചെയ്തത്. മാഡം തലത്ത് മരിച്ചുപോയി മോനെ. ഡോക്ടർ തലത്തിനൊപ്പം അവരും പോയി. ഇത് അമ്മയാണ്. താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ. വിശ്വരൂപത്തിലെ വരികളാണിവ. കഥാസന്ദർഭത്തിൽ നിന്നും മാഡം തലത്തിനെക്കുറിച്ച് സുധീറിന് ലഭിക്കുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാമെന്നാണ് ചോദ്യം. കുറിപ്പ് തയ്യാറാക്കുക. പ്രായമായ അമ്മയെ പരിചരിക്കാനും സ്നേഹിക്കാനും മാഡം തലത്തിന് കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ തലത്തിനൊപ്പം സുഖജീവിതം നയിച്ച മാഡം തലത്തിൻ്റെ മാറ്റം. കൂടാതെ സ്നേഹസ്വരൂപിണിയായി മാറിയ ഒരമ്മയെയാണ് സുധീർ കണ്ടത്. തുടരെ കത്തുകൾ എഴുതിയിട്ടും അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കാത്തതിനുള്ള കുറ്റബോധം അവരെ അലട്ടുന്നു. സ്നേഹം കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന ബോധ്യവും ഈ വരികളിൽ വ്യക്തമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഭഗവാനെ ഈശ്വര, അത് കട്ടുപോയി. ഇന്നലെ രാത്രി ഇവിടെ വന്ന മനുഷ്യൻ അത് കട്ടു. മദാം മഗ്ലാർ, ഞാൻ ആ വെള്ളി സാമാനം വളരെ കാലം സൂക്ഷിച്ചു പോന്നത് ഒരിക്കലും ശരിയായിട്ടല്ല. അത് പാവങ്ങളുടെയാണ്. പാവങ്ങൾ എന്ന കഥയിലെയാണ് ഈ വരികൾ. പാഠസന്ദർഭങ്ങളിൽ തെളിയുന്ന മദാം മഗ്ലാറിൻ്റെയും മെത്രാൻ്റെയും മനോഭാവങ്ങൾ താരതമ്യം ചെയ്യാനാണ് ചോദ്യം. അതിൽ ഉത്തരമായി നമുക്കിങ്ങനെ എഴുതാം. ഭൗതിക സ്വത്തുകൾ സ്വന്തമാണെന്നായിരുന്നു മദാം മഗ്ലാറിൻ്റെ ചിന്ത. വെള്ളി സാമാനങ്ങളുടെ അവകാശം പാവപ്പെട്ടവർക്കാണെന്നാണ് മെത്രാൻ്റെ കാഴ്ചപ്പാട്. വെള്ളി സാമാനം കളഞ്ഞുപോയിട്ടും മെത്രാന് അസ്വസ്ഥതയോ ഞെട്ടലോ ഉണ്ടാവുന്നില്ല. അതെല്ലാം പാവപ്പെട്ടവന് അവകാശപ്പെട്ടതാണെന്ന വിശാല ചിന്തയാണ് മെത്രാനെ നയിക്കുന്നത്. സ്വാർത്ഥ ചിന്തകൾ മനസ്സിലുള്ളതുകൊണ്ട് മദാം മഗ്ലാറിന് അസ്വസ്ഥതയുണ്ട്. ഇവിടെ മദാം മഗ്ലാറും അതോടൊപ്പം മെത്രാനും വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. അത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ഈ ചോദ്യം. അടുത്തതായി 6 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. ചക്രവർത്തിനിയുടെ ജന്മമാണ് അവർക്ക്. ആരുടെ മുന്നിലും തലകുനിക്കില്ല. എൻ്റെ യജമാനൻ മാറിപ്പോയി, പക്ഷേ എന്നെ കൊണ്ടുപോയില്ല. ആരും കൊണ്ടുപോയില്ല. എന്നിട്ടും ഞാൻ ജീവിക്കുന്നു. വിശ്വരൂപം എന്ന കഥയിലെയാണ്. തന്നിരിക്കുന്ന സൂചനകളും കഥയും പരിഗണിച്ച് മിസ്സിസ് തലത്ത് എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കാനാണ് ചോദ്യം. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശീർഷകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം ആരുടെയും മുന്നിലും തലകുനിക്കാത്ത ജീവിതം, സാഹചര്യങ്ങളിൽ തിളങ്ങാൻ കഴിഞ്ഞവൾ, ഡോക്ടർ തലത്തിന് വേണ്ടി ജീവിതത്തെ ക്രമീകരിച്ചവൾ, കുട്ടികളെ ഹോസ്റ്റലിലാക്കാൻ വിധിക്കപ്പെട്ടവൾ, മാഡം തലത്ത് നിന്ന് താഴേക്ക് കുഞ്ഞിക്കുട്ടിയമ്മയിലേക്കുള്ള മാറ്റം, ജീവിതത്തിൻ്റെ അവസാന കാലത്തും മക്കളോടൊപ്പം പോകാതെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആത്മധൈര്യം, സുധീറിനോടുള്ള ആത്മബന്ധം. ഈ പോയിന്റുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ചോദ്യത്തിന് 6 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം പ്രഭാഷണം തയ്യാറാക്കാനുള്ളതാണ്. പാവങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റൊരു എഴുത്തുകാരൻ്റെ വരികളും ഇവിടെ നൽകിയിട്ടുണ്ട്. സൂചനകൾ വിശകലനം ചെയ്ത് സാമൂഹിക മാറ്റത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ അഭിസംബോധന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കൂടാതെ ഈ ചോദ്യത്തിൻ്റെ കുറച്ച് പോയിന്റുകൾ പങ്കുവയ്ക്കാം. സാമൂഹിക മാറ്റത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം എന്നാണ് വിഷയം. അഭിസംബോധന നൽകുക. അതിനുശേഷം സ്നേഹത്തിലധിഷ്ഠിതമായ സാമൂഹിക മുന്നേറ്റമാണ് ഇന്നിൻ്റെ ആവശ്യം. തെറ്റുകാരനെ വീണ്ടും തെറ്റുകാരനാക്കാനുള്ള, കള്ളനെ വീണ്ടും കള്ളനാക്കുന്ന സാമൂഹിക വ്യവസ്ഥയാണ് ഇന്നുള്ളത്. ചേർത്തുപിടിച്ച് മാറ്റിയെടുക്കുന്ന മനഃശാസ്ത്രപരമായ സമീപനമാണ് ആവശ്യം. രാങ്വാൽ യാങ്ങിൻ്റെ അഭയം നൽകുന്ന മെത്രാൻ. ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്തത് എല്ലാ പരീക്ഷയിലും വരുന്ന ഒരു ചോദ്യമാണ്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു കവിത തന്ന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശീർഷകം, അതോടൊപ്പം തന്നെ തുടക്കം അല്ലെങ്കിൽ കവിയെക്കുറിച്ച് ആശയം, ആസ്വാദനാംശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.
കൂടാതെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.